നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് നൽകി സംസ്ഥാന സർക്കാർ. നിശ്ചിത വിസ്തൃതിയുള്ള തണ്ണീർത്തട ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഭൂമി തരം മാറ്റേണ്ടതില്ല എന്ന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. ആനുകൂല്യം ലഭ്യമാക്കാൻ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് എന്നും ഉത്തരവിൽ പറയുന്നു. വിശദാംശങ്ങളുമായി നൃപൻ ചേരുന്നുണ്ട്. നൃപൻ, എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്? വളരെ നിർണായകമായ ഉത്തരവാണ്. ഭൂമി തരം മാറ്റത്തിൽ അത് അങ്ങനെ തരം മാറ്റേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഉത്തരവ് കൂടിയായി മാറുന്നു. തീർച്ചയായും വിനിഷ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച സഭയിൽ പ്രസ്താവന നടത്തിയിരുന്നു. അതായത് നിയമത്തിലെ കുരുക്കിൽ നൂലാമാലയിൽ പെടുത്തി സാധാരണക്കാർക്ക് വീട്, ഭവനം, കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാത്ത അവസ്ഥ നിലനിൽപ്പുണ്ടായിരുന്നു. ഒപ്പം തന്നെ പലതരത്തിൽ ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ ജനങ്ങളെ വലയ്ക്കുന്ന അവസ്ഥയുമുണ്ട്. ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. അതിപ്പോൾ വിജ്ഞാപനമായി പുറത്തു വന്നതാണ്. നെൽത്തട തണ്ണീർത്തട സംരക്ഷണ ഭേദഗതി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത നിലം ഇനത്തിൽപ്പെടുന്ന ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഇനി ഭൂമി തരം മാറ്റത്തിന്റെ അനുമതി വേണ്ട എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പല സ്ഥലങ്ങളിലും ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള സാങ്കേതികമായിട്ടുള്ള അവ്യക്തത ഉള്ളത് കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ പലതരത്തിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ചോദിക്കുക, വീണ്ടും അവരെ നടത്തുക, അപേക്ഷയുമായി വീണ്ടും കയറി ഇറങ്ങുക, ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. 10 സെന്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ, അതായത് 1291.67 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് പരമാവധി 5 സെന്റ് വിസ്തൃതിയുള്ള ഭൂമിയിൽ 430.56 ചതുരശ്ര അടി വരെയുള്ള വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിട നിർമ്മാണത്തിനും ഭൂമി തരം മാറ്റി അനുമതി ആവശ്യമില്ലെന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പുതിയ വിജ്ഞാപനത്തിൽ പറയുന്നത്. ഈ ആനുകൂല്യം ഒരിക്കൽ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. കാരണം ഒരാൾക്ക് ഭൂമി, മറ്റൊരു ഭൂമിയുമില്ല, അയാൾക്ക് വീട് വയ്ക്കാൻ മറ്റൊരു ഭൂമിയില്ല, അയാൾക്ക് വീടെന്ന അടിസ്ഥാനപരമായ അവകാശം നിറവേറ്റുന്നതിന് വേണ്ടി ഒരിക്കൽ അയാൾക്ക് ഒരു ഭൂമിയിൽ അദ്ദേഹത്തിന് വീട് വയ്ക്കുന്നതിന് ഈ അവകാശം ഉപയോഗിക്കാം. സ്വന്തമായി വീടില്ലാത്തവർക്ക്, അർഹർക്ക് ഡേറ്റാ ബാങ്കിൽ പെട്ടാൽ തന്നെ, നെൽവയലോ തണ്ണീർത്തട പരിധിയിൽ പെട്ടാൽ പോലും വീട് നിർമ്മാണത്തിന് അനുമതി നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. അത് പൂർണ്ണമായി അംഗീകരിക്കുന്ന തരത്തിലാണ് പുതിയ വിജ്ഞാപനം പുറത്തു വന്നിട്ടുള്ളത്. ഈ വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭ്യമായ തങ്ങളെ സമീപിക്കുന്ന അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ ചുമതല ഇത് നിറവേറ്റണം. ജീവനക്കാർ എപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതി പല സ്ഥലത്തും നിലവിലുണ്ടായിരുന്നു. ഇക്കാരണത്തിലാണ് നെൽവയൽ തണ്ണീർത്തട നിയമത്തിലെ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് പല സ്ഥലങ്ങളിലും അനുഭവഭേദ്യമല്ലാത്ത അവസ്ഥയുമുണ്ട്. അപേക്ഷകൾ സ്വീകരിക്കാതെ പലതരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇങ്ങനെയുള്ള സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഉദ്യോഗസ്ഥർ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നു. ഇങ്ങനെ വ്യാപകമായി ഉള്ള പരാതി സർക്കാരിനെ സമീപിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ ഈ പ്രഖ്യാപനം നടത്തിയത്. സംസ്ഥാനത്തെ ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത് വലിയ തരത്തിൽ ആശ്വാസം നൽകുന്ന ഒരു വിജ്ഞാപനം കൂടിയാണ്. വിനിഷ. ശരി നൃപൻ. നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഇളവ് നൽകി സംസ്ഥാന സർക്കാർ. നിശ്ചിത വിസ്തൃതിയുള്ള തണ്ണീർത്തട ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ഭൂമി തരം മാറ്റേണ്ടതില്ല എന്ന സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. നൃപൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.